നമ്മൾ ആക്ച്വലി ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ട് കിങ്ഡത്തിൻ്റെ. സോ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു 2 ദിവസമായിട്ടുണ്ട്. എന്നാലും ഒരു ദിവസമല്ലേ ഉള്ളൂ, ഒരു ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ കിങ്ഡത്തിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. സിത്താര എൻ്റർടൈൻമെൻറ്റ്. ഇത് കുറേ നാൾക്ക് ശേഷം, അതായത് നമ്മുടെ വിജയ് ദേവരക്കൊണ്ടൊക്കെ ഇപ്പം ഈ അടുത്ത് വലിയ ഹിറ്റുകളൊന്നും ഇല്ലാതെ ഈ ലൈഗറിന് ശേഷം പുള്ളി ഇങ്ങനെ ഭയങ്കര മോശം, ലൈഗറിന് ഫാമിലി സ്റ്റാർ. അപ്പോൾ അതിനു മുമ്പും പുള്ളിക്ക് ഇങ്ങനെ ഒരു പുള്ളിക്ക് അങ്ങനെ ഒരു ആ അർജുൻ റെഡ്ഡി കഴിഞ്ഞ് വന്ന ഒരു ഇതില്ലേ, ആ സക്സസ് സ്ട്രീക്ക് അങ്ങോട്ട് നിലനിർത്താൻ പറ്റാതെ പോയി. അപ്പോൾ അതിനുശേഷം പുള്ളിയെ ഭയങ്കരമായിട്ട് ഡൗണായി പോയിട്ട് പിന്നീട് ഡൗണായി പോയി പുള്ളി ഇൻ്റർവ്യൂസിലും പോലും എന്തൊക്കെയോ കുറേ പറഞ്ഞത് വിവാദ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ. അപ്പോൾ മൊത്തത്തിൽ അകത്തും പുറത്തും പുള്ളി കുറച്ച് ഇതായിട്ട് നിൽക്കണം. അപ്പോൾ ഈ സിനിമ പുള്ളിയുടെ ഒരു ഭയങ്കര ഒരു കച്ചിത്തുരുമാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു വലിയ സവിശേഷത, ഇതിൻ്റെ ഡയറക്ടർ ജേഴ്സിയുടെ ഡയറക്ടറാണ്. സോ ഗൗതം തിന്നന്നൂരി, അതാണ് ഡയറക്ടറുടെ പേര്. അദ്ദേഹം ജേഴ്സി, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഒക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അതിനുശേഷമുള്ള സിനിമയാണ് കിങ്ഡം. അപ്പോൾ അതിൻ്റെ ട്രെയിലർ നമുക്ക് കണ്ടു നോക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അനിരുദ്ധാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ റൂമർ ഉണ്ടായിരുന്നു, അതായത് ഈ പടം ഓൾറെഡി മെയ്യിലോ ഏപ്രിൽ ആ ടൈമിൽ എന്തോ റിലീസ് ഒരു ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അനിരുദ്ധിൻ്റെ തിരക്ക് മൂലം ഇത് തള്ളിപ്പോയി ആണെന്നാണ് പറയുന്നത്. പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പാട്ട് സ്കോർ ചെയ്യണ്ടേ, ഫൈനൽ ഇത് ചെയ്യാൻ വേണ്ടി ആളില്ല. അപ്പോൾ പുള്ളി ഭയങ്കര തിരക്കാണ്. പുള്ളി കൂലി വേറെ പടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഡിലേ ആയിട്ടാണ് ഇത്രയും ഈ തള്ളിപ്പോയെന്നാണ് ഒരു റെഡിൽ നിന്ന് കിട്ടിയൊരു വിവരം. ഭാഗ്യശ്രീക്ക് അഭിനയിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്ന് ഒരു പാട്ടൊക്കെ ഇറങ്ങിയതിൽ ഇച്ചിരി നീറ്റ് റോളാണ്. അതെ. സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാം. ట్రైలర్లో కూడా పరస్యం వരും జూపిటర్ 125. ఒక ఎమర్జెన్సీ ఆపరేషన్ కోసం నువ్వు అండర్ కవర్ స్పైగా మారాలి. సబ్టైటిల్ ఇല്ല കേട്ടോ. నీ అమ్మని, నీ ఇల్లు, ఉద్యోగం, ఊరు అన్ని వదిలేయాలి. నువ్వు అడుగు పెట్టబోయే ప్రపంచం എന്താ വേറെ കാലഘട്ടമൊക്കെയാണല്ലോ. నువ్వు కలవబోయే మనుషులు నువ్వు ఎదుర్కో. ജോമോനും മലയാളികളാണ് രണ്ട്. చాలా రిస్కీ ఆపరేషన్ సోరీ. സത്യദേവ് నువ్వు స్పైగా వెళ్ళిపోయే గ్యాంగ్కి లీడర్. ചേട്ടൻ ഒരു പാട്ടിറങ്ങിയായിരുന്നു. ആ ലൈറ്റ് ഉള്ളല്ലോ. പെട്ടെന്ന് അർജുനന്റെ പ്രയാണം തന്നെ. ശ്രീലങ്കൻ ആർമിയോ? ബാബുരാജ് ഇവനറിയോ? വെങ്കി. അത് കൊള്ളാമല്ലോ, ഒരു സിൽവർ വെപ്പൺ. ഇത് ഇതിലായിരുന്നല്ലേ? പക്ഷേ ടീസറിലുണ്ടായിരുന്ന അതായിരുന്നു കുറച്ച് ബെറ്റർ. വോയിസ് വോക്കൽ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. ടീസറിൽ അനിരുദ്ധ് തന്നെ തോന്നുന്നു പാടിയിരിക്കുന്നത്. మనుషుల్ని కూడా రాక్షసులుగా మార్చేస్తుంది. ఇప్పుడు వాడేమో ఈ రాక్షసులందరికీ రాజే కూర్చున్నాడు. അടുത്താഴ്ച. അതും ദേവർക്കൊണ്ടേ. ഇതും മറ്റേ ലോകയുടെ ഇപ്പോൾ ടീച്ചർ കണ്ടതുപോലെ തന്നെ രണ്ട് കാലഘട്ടത്തിൽ ഒരേ ആളുകൾ. ഇത് കാലഘട്ടമാണോ, ഇത് എന്താണ് പരിപാടി? അല്ല, ഒരു കിങ്ഡം എന്ന് എഴുതിയതില് മറ്റേ അമ്പും വില്ലുവാ കാണിച്ചേക്കുന്നത്. അതെ, അതായത് ഒരു അവിടെ അവർ യുദ്ധം ചെയ്യുന്നത് പടളക്കാരുമായിട്ട്, അത് ശ്രദ്ധിച്ചത്. അതെ, പക്ഷേ ഈ അതായത് ഒരു ട്രൈബായിരിക്കും, ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റേ ആർമി.
നമ്മൾ ഈ ഊഹിക്കുന്ന മൊത്തം ചിലപ്പോൾ ഇതിന്റെ സിനോപ്സിസ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് ശരിയാണ്. പിന്നെ നീ എന്തിനാണ് ഊഹിക്കുന്നത്? എനിക്കിത് കണ്ടിട്ട് കുറച്ചുകൂടെ ഒരു തെലുങ്ക് പടം ആണെങ്കിലും കുറച്ചുകൂടെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു തെലുങ്ക് പടം കാണാൻ തോന്നുന്ന കുറച്ച് ആക്ടിങ് വൈസ് ആണെങ്കിലും പിന്നെ ഇത് കാണണം. കാരണം ജോമോനും ഗിരീഷ് ഗംഗാധരൻ, അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും പടം എന്തായാലും. പിന്നെ അനിരുദ്ധും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കേൾക്കാനും രസമായിരിക്കും. ബാക്കി പിന്നെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിജയുടെ ആക്ടിങ് ആണെങ്കിലും എല്ലാവരും ആക്ടിങ് വൈസ് അങ്ങനെ ഓവർ ദ ടോപ്പ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അല്ല, എനിക്ക് പുള്ളി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് പുള്ളിക്ക് ഈ നല്ല പടങ്ങൾ കിട്ടാതെ പുള്ളി ചില പടങ്ങളൊക്കെ എടുത്ത് പുള്ളിയുടെ ഒരു അണ്ടർ റേറ്റഡ് ഒരു പടം ഉണ്ടല്ലോ, ഒരു കോമ്രേഡ്. ഡിയർ കോമ്രേഡ് എനിക്കത് കൊള്ളാൻ തോന്നിയ ഒരു പടം. ഞാനും തിയേറ്ററിൽ കണ്ട. അപ്പോൾ അന്ന് മലയാളം നല്ല ഡബ്ബിങ്ങും അതിൻ്റെ അന്ന് പാട്ടുകളും എല്ലാം നല്ല രസമാണ് മലയാളം ഡബ്ബിങ്. സോ 31 റിലീസ്, അത് അടുത്ത ആഴ്ച. മന്ദന ചേച്ചിയുടെ കൊള്ളാവുന്ന ഒരു റോളായിരുന്നു. റോളായിരുന്നു. സോ അപ്പോൾ ഇത് അതുപോലെ ഈ കിങ്ഡം എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് ഇവർ ഇനീഷ്യലി അനൗൺസ് ചെയ്തത്. ഒരു ഇച്ചിരി സ്കെയിലുള്ള പടം. പക്ഷെ ആദ്യത്തെ പോസ്റ്ററിലൊക്കെ കിങ്ഡം പാർട്ട് 1 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ആ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള എലമെൻറ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ഒറ്റ പാർട്ടിൽ നിൽക്കുകയാണ്. മേ ബി ഇതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ടോ അടുത്തിലേക്ക് പോകുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. സോ നോക്കാം. നമുക്കിപ്പോൾ ഏതായാലും 31 സിനിമ റിലീസാണ്. ഏതായാലും ഫസ്റ്റ് ഷോ കാണുന്നതായിരിക്കും.